ഗുഡ് ഈവനിങ് ടു ഓൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6th സെം ബികോമിലെ ഇൻകം ടാക്സ് ആൻഡ് GSTയുടെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ഇതൊരു പുതിയ ചാപ്റ്ററാണ്, അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ്. അതായത് ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ മെയിൻറ്റെയിൻ ചെയ്യേണ്ട അക്കൗണ്ട്സും അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. എ രജിസ്റ്റേർഡ് പേഴ്സൺ ഷുഡ് മെയിൻറ്റെയിൻ ഡിഫറെൻറ്റ് ഡോക്യുമെൻറ്റ്സ് റിലേറ്റഡ് ടു ഹിസ് ബിസിനസ് ആസ് പെർ ദി പ്രൊവിഷൻ ഓഫ് ദി ആക്ട് അറ്റ് ഹിസ് പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്. If a registered person has more than one place of business, accounts and records related to each place shall be kept at such places. അതായത് ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ഒരു അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറയുന്നത് പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ, അതായത് 40 ലക്ഷത്തിനേക്കാൾ കൂടുതലാണെങ്കിലാണ് എങ്ങനെ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് GSTയിൽ. ഓക്കെ. അപ്പോൾ അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തുണ്ടായിരിക്കും, ഒരുപാട് തരത്തിലുള്ള ബിസിനസ് കാര്യങ്ങൾ, ട്രേഡ് എല്ലാം ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലെല്ലാം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. മേ ബി ഒരു രജിസ്റ്റേർഡ് പേഴ്സണ് ഒന്നിൽ കൂടുതലോ ബിസിനസ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഓരോ ബിസിനസ്സിൻ്റെയും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇങ്ങനെ ഓരോ പ്ലേസിൻ്റെയും ഡിഫറെൻ്റ് ആയിട്ട് എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് പറയുന്നത്. If a registered person has more than one place of business, accounts and records related to each place shall be kept at such places. GST department ensure compliance of the act through methods like scrutiny of returns, audit or investigation. അതായത് GST ഡിപ്പാർട്ട്മെൻറ്റ് ഉറപ്പ് വരുത്തണം എന്ത്, രജിസ്റ്റേർഡ് പേഴ്സൺ എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ട്സും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് ഓഡിറ്റ് നടത്തിയിട്ടും ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടൊക്കെ അത് ഉറപ്പ് വരുത്തണം. ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് എ ട്രേഡർ ടു ഗെറ്റ് ഹിസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഡിറ്റഡ് ബൈ എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓർ ബൈ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് ഇഫ് ദ ആനുവൽ ടേൺ ഓവർ എക്സീഡ്സ് ദ സ്പെസിഫൈഡ് ലിമിറ്റ്. അതായത് ആ ഒരു ട്രേഡറുടെ അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് മാൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് എന്ത്, അയാളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ചാർട്ടേഡ് അക്കൗണ്ടിനെ കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ CMA അതായത് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസിനെ കൊണ്ടോ ഓഡിറ്റഡ് ചെയ്യിക്കുക എന്നുള്ളത്. ഓക്കെ. ആനുവൽ ടേൺ ഓവർ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ. ഇത് ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. പിന്നെ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് റിലേറ്റഡ് ടു അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ്. ഓക്കെ. അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നതാണ്, എവറി രജിസ്റ്റേർഡ് പേഴ്സൺ ഷാൾ കീപ്പ് ആൻഡ് മെയിൻറ്റെയിൻ അറ്റ് ഹിസ് പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് ആസ് മെൻഷൻഡ് ഇൻ ദി സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ എ ട്രൂ ആൻഡ് കറക്റ്റ് അക്കൗണ്ട് ഓഫ്. അതായത് ആ രജിസ്റ്റേർഡ് പേഴ്സൺ ആദ്യം അദ്ദേഹത്തിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, GST രജിസ്റ്റർ ചെയ്താൽ ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുമല്ലോ, ആ സർട്ടിഫിക്കറ്റ് ആദ്യം അയാൾ എന്ത് ചെയ്യണം, സൂക്ഷിക്കണം. അതിൻ്റെ കൂടെ തന്നെ പ്രൊഡക്ഷൻ ഓർ മാനുഫാക്ചർ ഗുഡ്സ് അതിൻ്റെ അക്കൗണ്ട്സ്, അതുപോലെ തന്നെ ഇൻവാർഡ് ആൻഡ് ഔട്ട്വാർഡ് സപ്ലൈ ഗുഡ്സ് ഓർ സർവീസ്, അതുപോലെ തന്നെ സ്റ്റോക്ക് ഓഫ് ഗുഡ്സ്, പിന്നെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, പിന്നെ ഔട്ട്പുട്ട് ടാക്സ് പേയബിൾ ആൻഡ് പെയ്ഡ് ആൻഡ് സച്ച് അതർ പെർട്ടിക്കുലർ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. ഇത്തരത്തിലുള്ള സകല അക്കൗണ്ട്സും ബുക്സൊക്കെ എന്ത് ചെയ്യണം, അയാൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ എവ്രി ഓണർ or operator of warehouse or godown or any other place used for storage of goods and every transporter, irrespective of whether he is a registered person or not, shall maintain records of consignor, consignee and other relevant details of the goods in such a manner may be prescribed. അതായത് ഒരു വെയർ ഹൗസിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഗോഡൗണിൻ്റെയോ ഓണറോ അല്ലെങ്കിൽ ഓപ്പറേറ്ററോ ആയിരിക്കാം. ഇൻ കേസ് ആരാണെങ്കിലും നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസ് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ കൺസൈനറുടെയും അതുപോലെ തന്നെ കൺസൈനിയുടെയും ഡീറ്റെയിൽസ്, റെലവൻറ്റ് ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്, റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ. പിന്നെ മൂന്നാമത് പറയുന്നതാണ്, ദ കമ്മീഷണർ മേ നോട്ടിഫൈ എ ക്ലാസ് ഓഫ് ടാക്സബിൾ പേഴ്സൺ ടു മെയിൻറ്റെയിൻ അഡീഷണൽ റെക്കോർഡ്സ് അക്കൗണ്ട്സ് ഡോക്യുമെൻറ്റ്സ് ഫോർ സച്ച് പർപ്പസ് ആസ് മേ ബി സ്പെസിഫൈഡ് ദർ. അതായത് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റോ GST ഡിപ്പാർട്ട്മെൻറ്റ് പറയുകയാണ് എന്ത്, ഒരു അഡീഷണലായിട്ട് ഒരു റെക്കോർഡും കൂടെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് അവർ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്ത് പറയുകയാണ്. അപ്പോൾ ആ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതായത് ഇന്ന് രാത്രി അല്ലെങ്കിൽ ഇന്ന് രാവിലെ ഉച്ചയ്ക്കായിട്ട് പെട്ടെന്ന് അങ്ങ് പറയുകയാണ്, ഒരു നോട്ടിഫിക്കേഷൻ അവർ പുറത്തു വിടുകയാണ്, ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഗുഡ്സിൻ്റെ ഇത്തരത്തിലുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സും അല്ലെങ്കിൽ റെക്കോർഡ്സും കൂടെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയുകയാണ്.
അപ്പോൾ നാളെ മുതൽ നമ്മുടെ കയ്യിൽ ആ ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വേണ്ടി വരും. അതാണ് എന്ത് പറയുന്നത്, ദ കമ്മീഷണർ മേ നോട്ടിഫൈ എ ക്ലാസ് ഓഫ് ടാക്സബിൾ പേഴ്സൺ ടു മെയിൻറ്റെയിൻ അഡീഷണൽ അക്കൗണ്ട്സ് ആൻഡ് ഡോക്യുമെൻറ്റ്സ് ഫോർ സച്ച് പർപ്പസ് ആസ് മേ ബി സ്പെസിഫൈഡ് ദെയറിൻ. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ്, എവറി രജിസ്റ്റേർഡ് പേഴ്സൺ ഹൂസ് ടേൺ ഓവർ ഡ്യൂറിങ് എ ഫിനാൻഷ്യൽ ഇയർ എക്സീഡ്സ് ദ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ് ഷാൽ ഗെറ്റ് ഹിസ് accounts audited by a chartered accountant or a cost accountant and shall submit a copy of the audited annual accounts, the reconciliation statement under subsection 2 of subsection 44 and such other documents in such form and manner as may be prescribed. അതായത് ഏതൊരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിലും അങ്ങനെ രജിസ്റ്റേർഡ് പേഴ്സൺ ആവണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടേൺ ഓവർ എന്ന് പറയുന്നത് പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റിനേക്കാൾ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഓഫ് കോഴ്സ് അദ്ദേഹം സി എക്കാരനെ കൊണ്ടോ അല്ലെങ്കിൽ സി എം എക്കാരനെ കൊണ്ടോ ഓഡിറ്റ് നടത്തിയിട്ടുണ്ടായിരിക്കും. എന്നിട്ട് അതിൻ്റെ കോപ്പി എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഷാൾ സബ്മിറ്റ് എ കോപ്പി ഓഫ് ദി ഓഡിറ്റഡ് ആനുവൽ അക്കൗണ്ട്സ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൽ പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ റിലേറ്റഡ് ടു അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സിൽ പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് റിട്ടൻഷൻ ഓഫ് റെക്കോർഡ്സ്. റിട്ടൻഷൻ ഓഫ് റെക്കോർഡ്സ് എന്ന് പറയുമ്പോൾ കൈവശം വെക്കുക അങ്ങനെയൊക്കെ, അതായത് എത്ര കാലമാണ് റെക്കോർഡ്സ് കൈവശം വെക്കേണ്ടത്, അത് അത്തരത്തിലുള്ള കാര്യം. എവറി രജിസ്റ്റേർഡ് പേഴ്സൺ ഹൂ ഈസ് റിക്വയർഡ് ഫോർ കീപ്പിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓർ അതർ റെക്കോർഡ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ provision of subsection 1 of section 35 shall retain them until the expiry of 72 months from the due date of furnishing of annual return for the year pertaining to such accounts and records. അതായത് അവരൊരു ഡ്യൂ ഡേറ്റ് പറയും എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ട്സിനും റെക്കോർഡ്സിനും. ആ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ് 72 മാസം വരെ 72 മാസം വരെ 72 മന്ത്സ് 72 മാസം വരെ ആ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ ആ റെക്കോർഡ്സ് നമ്മുടെ കയ്യിൽ നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അതാണ് എവറി രജിസ്റ്റേർഡ് പേഴ്സൺ ഹൂ ഈസ് റിക്വയർഡ് ഫോർ കീപ്പിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓർ അതർ റെക്കോർഡ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് സബ്സെക്ഷൻ 1 until the expiry of 72 months from the due date of furnishing the annual return for the year pertaining to such accounts and records. 72 മാസം വരെ ആ ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ കൈവശം വെച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അതല്ല ഇനി കൈവശം വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇതൊക്കെ പറയുന്നത് കുറച്ച് റെക്കോർഡ്സ് ആണ് കേട്ടോ. അതായത് ഇപ്പോൾ സപ്ലയർ ഏതൊക്കെ റെക്കോർഡ്സാണ് കൈവശം വെക്കേണ്ടത്, ഓണർ ഏതൊക്കെ റെക്കോർഡ്സാണ് കൈവശം വെക്കേണ്ടത്, അത്തരത്തിലാണ് ഇനി നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാനുള്ളതൊക്കെ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല, ക്വസ്റ്റ്യന് വരുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല, വരാൻ സാധ്യതയൊന്നുമില്ല. ഓക്കെ, ഇനി അങ്ങനെ 72 മാസം കൈവശം വെക്കണം നമ്മൾ പറഞ്ഞു. കൈവശം വെച്ചിട്ടില്ലെങ്കിൽ കോൺസിക്വൻസ് ഓഫ് നോട്ട് മെയിൻറ്റെയിനിങ് പ്രോപ്പർ റെക്കോർഡ്സ് നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക നോക്കാം. If a registered person fails to maintain the required documents in respect of goods or services, then proper officer shall determine the tax liability on the goods or services that are not accounted for, as if such goods or services had been supplied by such a person. Taxable person is required to pay the tax liability calculated by the officers as mentioned above along with the penalty. അതായത് നമ്മൾ ഈ 72 മാസം അവർ കൈവശം വെക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കൈവശം വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നമുക്ക് കിട്ടുന്ന ഇൻകവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സകല ഡോക്യുമെൻറ്റ്സും പോയി, ഒന്നുമില്ല നമ്മുടെ കയ്യിൽ ഇപ്പോൾ. അപ്പോൾ അവരെന്ത് ചെയ്യും, നമ്മുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവരൊരു ടാക്സ് അങ്ങിടും നമ്മുടെ ബിസിനസ്സിൻ്റെ മേൽ. നിങ്ങൾ ഇത്ര രൂപ ടാക്സ് അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട്, അത് ഇത്ര രൂപയല്ല എന്ന് പറയാൻ നമ്മുടെ കയ്യിൽ എന്തില്ല, എവിഡൻസ് ഒന്നുമില്ല, ഇത്ര രൂപയൊന്നും ഞങ്ങൾക്ക് ടാക്സ് അടയ്ക്കേണ്ടി വരില്ല എന്ന് പറയാൻ നമ്മുടെ കയ്യിൽ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊന്നുമില്ല. കാരണം എന്താ, എല്ലാം പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവർ ഒരു എമൗണ്ട് ആണെങ്കിലും അപ്പോൾ നമ്മൾ ടാക്സ് അടയ്ക്കാൻ നമ്മൾ ബാധ്യസ്ഥനാണ്. അത് ഓഫ് കോഴ്സ് നമ്മുടെ ടാക്സ് ലയബിലിറ്റിനേക്കാളും കൂടുതലാവുക എന്നല്ലാണ്ട് കുറയാൻ സാധ്യതയൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മളത് ടാക്സ് അടയ്ക്കാൻ നമ്മൾ ബാധ്യസ്ഥനായിരിക്കും. അതുപോലെ തന്നെ നമ്മളത് 72 മാസം നമ്മൾ കൈവശം വയ്ക്കാത്തത് കൊണ്ട് നമ്മളതിന് പെനാൽറ്റി അടയ്ക്കേണ്ടി വരും. അതാണ് പറഞ്ഞത്, ടാക്സബിൾ പേഴ്സൺ ഈസ് റിക്വയർഡ് ടു പേ ദ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റഡ് ബൈ ദി ഓഫീസേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ടാക്സ് ലയബിലിറ്റി ഉണ്ടാവുമല്ലോ, അത് കറക്റ്റ് ആയിരിക്കണം എന്നില്ല. കാരണം എന്താ, നമ്മുടെ കയ്യിൽ പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സോ റെക്കോർഡ്സോ കാര്യങ്ങളൊന്നുമില്ല.
അത് ചിലപ്പോൾ കൂടാം കുറയാം, രണ്ടും സംഭവിക്കാം. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു ടാക്സ് ഓഫീസർ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു ടാക്സ് ലയബിലിറ്റിയും അതുപോലെ തന്നെ നമ്മൾ ആ പ്രോപ്പറായിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ട് നമുക്ക് വരുന്ന പെനാൽറ്റിയും കൂടെയാണ് നമ്മൾ പേ ചെയ്യാൻ വേണ്ടിയിട്ട്. ടാക്സബിൾ പേഴ്സൺ ഈസ് റിക്വയർഡ് ടു പേ ദ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റഡ് ബൈ ദി ഓഫീസേഴ്സ് ആസ് മെൻഷൻഡ് എബവ് അലോങ് വിത്ത് ദ പെനാൽറ്റി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി ഞാൻ പറഞ്ഞു ഓരോരുത്തർ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ബുക്സ് ഓഫ് അക്കൗണ്ട്സിനെ കുറിച്ചിട്ടാണ് ഇനി ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് എനിക്കറിയില്ല. ആണെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഞാൻ എല്ലാ ചാപ്റ്ററിൻ്റെയും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് റിവിഷന് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. താങ്ക് യു.